ശരിക്കും എനിക്കിനകത്ത് ഒരു സസ്പെൻസ് അറിയാനുള്ള എന്നാന്ന് വെച്ചാൽ ഗായകൻ ഗായികയെ കണ്ടുപിടിച്ചു അതോ ഗായിക ഗായകനെ കണ്ടുപിടിച്ചോ ഇതിനകത്തൊരു സ്റ്റോറി ഇല്ലയോ? അത് എന്നാ പറയാ കൂടുതലും ചോദിക്കാതെ അങ്ങ് നേരിട്ട് അങ്ങ് ചോദിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു. വളരെ ഗായികയുടെ അമ്മ ഗായകന്റെ അമ്മയെ കണ്ടുപിടിച്ചു. അത് ആക്ച്വലി എൻ്റെ ജാതകം വിജിയുടെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകൾക്ക് വേണ്ടി ഐ മീൻ അവർ നോക്കി, പക്ഷെ അത് ചേർന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധി തോന്നി, എന്തുകൊണ്ട് എൻ്റെ മകൾക്ക് തന്നെ ആലോചിച്ചുകൂടാ. പോയോ സത്യം പറയൂ? അതിനിടയിൽ അമ്മ അടിച്ചു മാറ്റി വെച്ചോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അനുഭവിക്കാൻ യോഗം വിജിക്ക്. അങ്ങനെയൊന്നുമില്ല അല്ലേ? സമ്മതിക്കുന്നുണ്ട് വിജി ഇങ്ങനത്തെ ഡയലോഗ് പറയുമ്പോ അനുഭവിക്കാൻ യോഗം കിടക്കുന്നു, വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കുക. ആന്നോ? ഒന്നുമില്ല അല്ലേ? കൂടുതൽ അനുഭവിക്കുന്നത് വീട്ടിൽ വന്നറിയാം. ഭാഗ്യമാന്ന് പറയണ അല്ലേ വിജി? അതാ വിജിയെ പോലത്തെ ഒരു വൈഫിനെ കിട്ടാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യല്ലേ? തീർച്ചയായിട്ടും. ആക്ച്വലി ഞാൻ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിന് ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഫുൾ ക്രെഡിറ്റ് ഷുഗർ. തമാശയില്ല, കാര്യമായിട്ട് പേടിപ്പിച്ചു കൊണ്ടുവന്നാ. ഞാൻ അവിടെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും, പറയണതൊക്കെ പറഞ്ഞോളാം. ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ എഴുതി പഠിപ്പിച്ചോ? നോട്ട്ബുക്കൊക്കെ കൊടുത്തിട്ട് ഇതേമാതിരിയെ പറയാവുള്ളൂ എന്നല്ലേ? ആള് പിന്നെ മെമ്മറിയിൽ ഉസ്താദാണല്ലോ, അപ്പൊ അത് പറഞ്ഞു കൊടുത്താൽ മതി. വെരി ഗുഡ്, ആ നല്ല കാര്യം. ഓക്കെ, ഒരുപാട് എനിക്കൊന്ന് ഇവരോട് വർത്താനം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പാട്ടെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, മെയിൻലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ദാസേട്ടനെ ഇഷ്ടമാണ്. പിന്നെ SPB ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഇഷ്ടം പോലെ SPBയുടെ ഇഷ്ടം പോലെ ഞാൻ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെയും ഇഷ്ടം? തീർച്ചയായിട്ടും ഞങ്ങളുടെ രണ്ടുപേരെയും ഫസ്റ്റ് പ്രിഫറൻസ് SPB സാർ. എനിക്കങ്ങ് മേല, അപ്പൊ ഇഷ്ടംപോലെ പാട്ട് കേൾക്കാമല്ലോ എനിക്ക്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് 2-3 കാര്യങ്ങളുണ്ട്. അതായത് SPB സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആസ് എ സിംഗർ, പിന്നെ ക്യാരക്ടർ ഓൾസോ. അദ്ദേഹത്തിനെ പോലെ ഒരു ഇത്രയും വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഒരു ഗോഡ് ഗിവൺ ആയിട്ടുള്ള കോയിൻസിഡൻസ് ഉണ്ട് SPB സാറിന്. അതായത് വെച്ചാൽ, ഞാൻ വിജി ആദ്യം കാണുന്നത്, അതായത് ഹോറോസ്കോപ്പ് ജാതകം കിട്ടുന്നതിന് മുമ്പ് സ്റ്റോറി ഉണ്ട്. അവിടെ ഒരു കഥയുണ്ട്. അതായത് അങ്ങോട്ട് പോകാം. കഥ ഉണ്ടാവും അല്ലേ എൻ്റെ അടുത്ത് പറയാന്? അതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ പ്രേക്ഷകരും ഭയങ്കരമായിട്ട് ആകാംക്ഷയായിട്ടിരിക്കുക. കാര്യം എന്നാന്നോ, ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോഴാണ് എല്ലാം നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ നോക്കുന്നത്. ഒരു ഫോർമൽ ഇന്റർവ്യൂ അല്ല ഇവിടെ ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിരിക്കുന്ന വഴി അതേമാതിരി ഫ്രീ ആയിട്ട് സംസാരിക്കണം. നമ്മൾ കുടുംബക്കാരൊക്കെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടെ. എന്നാ ഒന്ന് പറഞ്ഞേ, നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഞാൻ വിജിയെ കാണുന്നത്, വിജി SPB സാർ ഹോസ്റ്റ് ചെയ്തിരുന്ന ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിജി ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ പാടുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, വിജയിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് വിജിയുടെ ഇൻട്രഡക്ഷൻ SPB സാർ ചോദിച്ചപ്പോൾ വിജി ആദ്യം പറഞ്ഞത്, എൻ്റെ അമ്മയുടെ പേര് ഇന്നത്, അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് രജനി, അച്ഛൻ്റെ പേര് വിശ്വനാഥ് എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ SPB സാർ ആദ്യം പറഞ്ഞ കാര്യം, ഫസ്റ്റ് ടൈം ഐ എം ലിസണിങ് ടു എ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസസ് ഹർ മദർ ഫസ്റ്റ്. അപ്പോൾ അതിന് വലിയൊരു അപ്രീസിയേഷൻ സാറ് പറഞ്ഞു. അപ്പോൾ ഈ മുഖവും ഈ സംഗീതവും എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഹോറോസ്കോപ്പ് ഒക്കെ മാച്ച് ചെയ്തൊക്കെ ആയി, സംസാരിച്ചു, ഒരാഴ്ചയായി. പുള്ളിക്കാരൻ എൻ്റെ ഫോട്ടോ ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഫോട്ടോ പോലും കാണാതെ ഒരു കുട്ടി ഓക്കെ പറയാൻ മാത്രം ഇത്രയും വലിയ മനസ്സുള്ള ഒരാള്. അപ്പൊ എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ദിവസം ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്നെ കാണണ്ടേ, ഫോട്ടോ ഒന്നും വേണ്ടേ? പറയാം, എനിക്കറിയാം. അതെങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട്? അല്ലെ, ഞാൻ TV കണ്ടിട്ടുണ്ട്, മറ്റേ പ്രോഗ്രാമിൽ പാടിയ കുട്ടികളെ. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറേ പ്രോഗ്രാം കാണുന്ന ആളല്ലേ, അതിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരാളുടെ മുഖം കറക്റ്റ് ഇത്രയും കാലം കഴിഞ്ഞ് ഓർത്ത് വെക്കാൻ മാത്രം എന്താ? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ആ എപ്പിസോഡിൽ നടന്നതും SPB സാർ പറഞ്ഞതും എല്ലാം പറഞ്ഞു. അതുകൊണ്ട് ശരിക്കും ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ അല്ലേ വിജു ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഇതിങ്ങനെയൊക്കെയാണോ സംഭവിച്ചെന്നുള്ളത്. ശരിക്കും കഥ കേട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞ് ഇപ്പൊ ശരിക്കും ചെറുതായിട്ടൊന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ
അങ്ങനെ കണ്ടു. ഐ മീൻ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് വിജയ അപ്പോൾ പഠിക്കുകയായിരുന്നു. ഷി വാസ് ഡൂയിങ് ഹർ എഞ്ചിനീയറിങ്. പിന്നെ 2 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത്. ബിക്കോസ് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ദെൻ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 2 ആൺകുട്ടികൾ സുഖമായിരിക്കും. ആൺകുട്ടികൾ. ഓക്കെ. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഹൊറോസ്കോപ്പ് ഒക്കെ മാറി ഇപ്പൊ ഇതാന്നൊക്കെ കഥകൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു റീസെന്റ് ആയിട്ട് വല്ല കല്യാണം കഴിഞ്ഞതേ ഉണ്ടാവുള്ളൂ. ആ ഒരു പുതുമേൽ വർത്താനം പറയുന്ന പോലെ. 8 കൊല്ലായി. 8 കൊല്ലായി. ഓക്കെ. മക്കൾ എന്നാ ചെയ്യുന്നു? മക്കള് മൂത്താള് 6.5 വയസ്സായി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 2.5 വയസ്സ്. പ്ലേ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ. നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടോ? SPBയെ കാണാൻ പോയിട്ടുണ്ടോ? അത് അടുത്ത ഇൻസിഡൻറ്റ്. ആക്ച്വലി ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ വിജയ SPB സാറുടെ ഷോയിലാണ് കണ്ടത്. അതിനുശേഷം ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ അതുവരെ SPB സാറുടെ കൂടെ പാടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ഞങ്ങളുടെ കല്യാണ ശേഷമാണ്. അന്ന് വിജി വാസ് ക്യാരിങ് ദ ഫസ്റ്റ് ചൈൽഡ്. അപ്പോൾ ആ ടൈമിലായിരുന്നു. ബാക്കി വിജി പറയും. അതെന്താന്ന് വെച്ചാൽ സാർക്ക് എന്നെ നേരത്തെ അറിയാലോ, ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ കൂടെ പാടുന്നത് ആള് നേരത്തെ പോയി ബാക്ക് സ്റ്റേജിൽ പരിചയപ്പെട്ടു. അപ്പം ഞാൻ ചെന്ന് പറയുന്നു ഇങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ്. അതാണ് സാർക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നു ക്യാരിങ് ആണെന്നൊക്കെ. അപ്പോൾ സാറ് സ്റ്റേജിൽ പോയിട്ട് പറയാണ് ഇന്ന് എൻ്റെ കൂടെ പാടാൻ വന്നിരിക്കുന്നത് എൻ്റെ മാതിരി ഇവർ 2 പേരാണ്, എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ കുട്ടി പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശങ്കര എന്നുള്ള പാട്ടാണ് സാറ് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജനിച്ചത് ആൺകുട്ടിയാണ്. നമ്മുടെ കസ്റ്റം അനുസരിച്ച് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ പേര്, മുത്തശ്ശൻ്റെ പേരാണല്ലോ വെക്കുക. ആൻഡ് അനൂപിൻ്റെ അച്ഛൻ്റെ പേര് ശങ്കർ എന്നാണ്. ഭയങ്കര കോയിൻസിഡൻസ് ആയി അത്. നിങ്ങളെ ഭയങ്കര സ്നേഹമായിരിക്കും. ഈ പാമ്പേർഡ് യു എ ലോട്ട് എന്നുള്ളത് അത്ര ഒരു കൺസേണും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണ്ട് ആസ് എൻ എൽഡർ ബ്രദർ എന്ന് തോന്നിയിട്ട് അല്ലേ? അതെ. അതുപോലെ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിജി ഒരു 2 വർഷം മുമ്പ് എൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള മ്യൂസീഷ്യൻസിൻ്റെ ഒക്കെ വിഷസ് എടുത്തു. എല്ലാവരും എവ്രിബഡി ഗേവ് ദിയർ വിഷ് ഐദർ വോയിസ് നോട്ടായിട്ട് അയച്ചു തന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും. അപ്പൊ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണ് ഔസേപ്പച്ചൻ സാർ, SPB സാറൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു. SPB സാറിന് ഒരു മെയിൽ അയച്ചു നോക്കി, ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ ഒന്ന് പേഴ്സണലി ഹാൻഡ് റിട്ടൺ നോട്ടായിട്ട് എഴുതി തന്നാൽ ഹിൽ ഫീൽ വെരി സ്പെഷ്യൽ. ആള് ശരിക്കും ആ മെയിൽ വായിച്ചിട്ട് കൈ കൊണ്ട് എഴുതി അത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അയച്ചു തന്നു. അതിന് വേണ്ടി ടൈം എടുത്ത് പൂക്കളൊക്കെ വരച്ച് ആള് എന്നെ കൈ കൊണ്ട് അത് ചെയ്ത് പ്രത്യേകമായിട്ട് അയച്ചു തന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ആസ് എ പേഴ്സൺ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ ഈ ശരിക്കും വിചാരിക്കുന്ന മാതിരി സെലിബ്രിറ്റീസ് ഇതാന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഇതേ അല്ല. ഉയരത്തിൽ എത്തുന്തോറും ഡൗൺ ടു എർത്ത് കൂടുതൽ ഹ്യൂമിലിറ്റി വരണം എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പൊ ഇത് ശരിക്കും അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ തന്നെ അല്ലേ? എനിക്ക് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് SPBയുടെ ഒരു പാട്ട് ഡുവറ്റ് ആയാൽ തീർച്ചയായും. SPBയുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡുവറ്റ്സ് ഞങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണ്. പാടിത്തരാം. പാതി ജീവൻ കൊണ്ട് ദേഹം வாழ்ந்து വന്നതോ நீதி ஜீவன் என்னை பார்த்த போது வந்ததோ ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே ஏதோ சுகம் உள்ளூருதே ஏனோ மனம் தள்ளாடுதே விரல்கள் தொடவா விருந்தை பெறவா மார்போடு கண்கள் மூடவா மலரே மௌனமா மலர்கள் பேசுமா. സൂപ്പർ ആയിരിക്കും എന്റെ അമ്മേ. ഈ പറഞ്ഞ ശരിക്കും നിർത്താനായിട്ടേ പറയാൻ തോന്നുന്നില്ല കേട്ടോ. ബേസിക്കലി SPBയുടെ ഒരു പാട്ട് പോലും പറഞ്ഞ പോലെ നമ്മൾ ഫുൾ കേൾക്കാതെ വിടാനേ തോന്നത്തില്ല.